ക്രൈസ്തലോട് ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലെ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ചൊല്ലുന്ന ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകലെ ഒരു തിരുവചനവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കുന്ന കൃപയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമേറിയ ഒരു കാര്യമാണ്. നിങ്ങൾ പലപ്പോഴും വചനം കേൾക്കുകയും വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതായ നല്ല ദൈവമക്കളാണ്. അതെനിക്കറിയാം. സ്തോത്രം. കേട്ടിട്ടുള്ള വചനങ്ങളാണ് ഞാൻ ദൈവദാസന്മാരെല്ലാം വീണ്ടും വീണ്ടും പ്രസംഗിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, വചനം എപ്പം പ്രസംഗിച്ചാലും അതിൻ്റെ അപ്പുറത്തൊരു വലിയ വിടുതലുണ്ട്, അതിനകത്തൊരു പുതുക്കമുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ഇന്ന് പകല് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാമല്ലോ. ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 1-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. കൈസരിയിലെ ഇത്താലിക പട്ടാളത്തിലെ കൊർന്നേലിയോസ് എന്ന പേരുള്ള ശതാധിപനുണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായി വളരെയധികം ധർമ്മം കൊടുത്തും എപ്പോഴും പ്രാർത്ഥിച്ചും പോകുന്നു. സ്തോത്രം. അവിടെ നമുക്കെല്ലാം അറിയാവുന്ന വളരെ സുപരിചിതമായിട്ടൊരു വാക്യമാണ് ഞാൻ വായിച്ചത്, അല്ലേ? അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ വായിക്കുക, കൊർന്നേലിയോസിനെ കുറിച്ച് പറയുകയാണെ അവൻ എന്താണ്? ഒന്നാമത് പറയുന്നത് ശതാധിപനാണ്, അധികാരമുള്ളവനാണ്. രണ്ടാമത് പറയുകയാണ് അവൻ ഭക്തനായിരുന്നു, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായിരുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, കേട്ട വചനത്തിന് മുമ്പാകെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. വചനം അങ്ങയുടേതാണ്. വചനം ഞങ്ങൾക്ക് ജീവനും ചൈതന്യം ഉളവാക്കുന്നതാണ്. വചനം സംസാരിപ്പാൻ അടിയന് കൃപ നൽകണം. കേൾക്കുവാൻ ഞങ്ങളുടെ മക്കളെ ദൈവം ഒരുക്കണം, മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിവതും നിങ്ങൾ അവസാനം വരെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കണേ. സ്തോത്രം. അപ്പോൾ ഓർമ്മിക്കട്ടെ, അവിടെ വായിക്കുകയാണ്, കൊർന്നേലിയോസിനെ കുറിച്ച് ദൈവം പറയുകയാണ് എന്താണ്, അല്ലെങ്കിൽ വചനം പറയുകയാണ്, അവൻ എന്താണ്? ഭക്തനായിരുന്നു, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. ഭക്തൻ. നമുക്കറിയാം, ഭക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നമുക്ക് ഒരിക്കലും ഭക്തിയുടെ മാർഗത്തിൽ അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള സ്നേഹം പറഞ്ഞ് കൊണ്ടുവരാൻ പറ്റുമെങ്കിലും ഒരു ഭക്തനായിട്ട് ജീവിക്കാൻ നമ്മളെ കൊണ്ട് ഒരു മനുഷ്യനെ പ്രാപ്തനാക്കാൻ കഴിയത്തില്ല. അത് ദൈവത്തിന് മാത്രമേ ഒരു മനുഷ്യനെ ദൈവത്തെങ്കിലുള്ള ഭക്തിയോടെ ജീവിക്കാൻ കഴിയത്തുള്ളൂ, അല്ലേ? അപ്പം ഞാൻ എൻ്റെ ബന്ധുവോ ചർച്ചക്കാരെയൊക്കെ സഭയിൽ വിളിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് നേരോട് ദൈവത്തിന് നിൽക്കാൻ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിച്ച് നിൽക്കാൻ ഒരു ആഗ്രഹമില്ലെങ്കിൽ ഒരിക്കലും ഒരു ഭക്തനായിട്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയത്തില്ല. സ്തോത്രം, അല്ലേ? നമ്മളിപ്പോൾ സഭയിലെല്ലാം നമുക്കൊന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മിക്ക സഭയിലും പുകവലിക്കുന്നവരുണ്ട്, അല്ലേ? പുകവലിക്കുന്നവരുണ്ട്, കള്ള് കുടിക്കുന്നവരുണ്ട്, അല്ലേ? അങ്ങനെയുള്ള ജീവിതം നയിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. എൻ്റെ അനുഭവത്തിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ സഭയുടെ മൂപ്പൻ എന്ന് പറയുന്നവരൊക്കെ പുകവലിക്കുന്ന ആൾക്കാരുണ്ട്. ആരാധനയുടെ ഇടയിലെ സ്തോത്രാഴ്ചയുടെ സമയമാകുമ്പോൾ ഇറങ്ങി വെളിയിൽ പോയി ചെറുക്കിടെ ഹാൻസ് വെക്കുന്നവരുണ്ട്, അല്ലേ? റോഡിൽ നിന്ന് വലിയ സിഗരറ്റ് വലിക്കുന്നവരുണ്ട്, കള്ളു കുടിച്ച് മത്തനായിട്ട് ഛർദ്ദിക്കുന്നവരുണ്ട്. അപ്പം ഒത്തിരി പേര് ദൈവസഭയുടെ സമൂഹത്തിനകത്തുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അവരൊന്നും ഭക്തന്മാരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലേ? ഭക്തൻ എന്ന് പറഞ്ഞാലേ, സ്തോത്രം, എന്താണ്? അത് നമ്മൾ ആരെ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നമ്മുടെ അകത്തുനിന്ന്, ഹൃദയത്തിനകത്തുനിന്ന് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടാകേണ്ടതായ ഒരു കാര്യമാണ് ഭക്തി എന്ന് പറയുന്നത്, അല്ലേ? സ്തോത്രം. കൊർന്നേലിയോസിനെ സംബന്ധിച്ച് ജാതികനായിരുന്നു, അല്ലേ? പക്ഷെ അവിടെ ആ മനുഷ്യൻ എന്താണ്? ഭക്തിയോടെ ജീവനിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. രണ്ടാമതായി പറയാം, ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. ഭയപ്പെടുക എന്ന് പറയുമ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആരെയും നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ തീരെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ പലതും പറഞ്ഞ് പേടിപ്പിക്കും, അല്ലേ? എന്താണ്? പിള്ളേർ കൂടുതലായിട്ട് വഴക്കുണ്ടാക്കും, അയ്യോ മിണ്ടല്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും, അല്ലേ? പാട്ടപ്പറക്കക്കാർ വരുന്നുണ്ട്, പിള്ളേരെ പിടുത്തക്കാർ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കുഞ്ഞുങ്ങളെ അകത്തൊരു ഭയം കൊടുത്തു കഴിയുമ്പോൾ അവർ ആ തെറ്റിലേക്ക് വരാതെ മാറി നിൽക്കും, അല്ലേ? എന്നാലേ നമ്മൾ മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് അങ്ങനെയുള്ള ഭയത്തിൻ്റെ ചിന്തകളൊക്കെ പറഞ്ഞാൽ നീ നിന്റെ പണി നോക്കാൻ പറയും, അല്ലേ? നമുക്ക് യേശത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ആ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പ്രസംഗിച്ചെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യനെ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് അടുത്തു വരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവഭയം അവൻ്റെ അകത്തുണ്ടാകണമെന്നില്ല. സ്തോത്രം, അല്ലേ? അത് നമ്മൾ ആർക്കും അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ദൈവഭയം എന്ന് പറയുന്നത്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവൻ വരുമ്പോൾ അവൻ്റെ അകത്ത് വെളിപ്പെടുന്നതായ ഒരു കാര്യമാണ് ദൈവഭയം എന്ന് പറയുന്നത്, അല്ലേ?
ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഇപ്പം സഭകളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പല സഭകളിലും എന്താണ് ദൈവ ഭയമില്ലാത്ത പല പരിപാടികളാണ് കാണിക്കുന്നത്, അല്ലേ? ഞാനൊരു സഭയുടെ പാസ്റ്ററായിട്ട് നിൽക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ഒരു ദിവസം സെൻട്രിൽ നിന്ന് മേളിൽ ഓഫീസിൽ നിന്നൊരു കത്ത് വന്നു. എന്താണ്, ഇനി മുതൽ സഭയിൽ സാക്ഷി വേണ്ട, അല്ലേ? സാക്ഷി വേണ്ടെന്ന് നേതൃത്വം തീരുമാനിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സാക്ഷി പറയാൻ അവസരം കിട്ടുമ്പോൾ അവിടെ എന്താണ് പരസ്പരം കുത്തി നോവിക്കുകയും വേദനിപ്പിക്കുകയും, അല്ലേ, അങ്ങനെയുള്ള അനുഭവങ്ങളാണ് കാണുന്നത്. ഞാൻ തിരുവനന്തപുരത്തൊരു സഭയുടെ ശുശ്രൂഷകനായിട്ട് നിൽക്കുമ്പോൾ അവിടെ സാക്ഷി പറയാൻ അവസരം കൊടുത്തപ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും സാക്ഷി പറഞ്ഞ് അടിയുണ്ടാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ പറയും സാക്ഷി പറയുമ്പോൾ ആരെയും കുത്തി നോവിക്കല്ലേ, വേദനിപ്പിക്കല്ലേ എന്നൊക്കെ പറയുമ്പം അവരത് മനസ്സിലാക്കാതെ എന്നാണ് അവർക്ക് കിട്ടുന്ന അവസരം അങ്ങ് മുതലാക്കി മറ്റുള്ളവർക്ക് നേരെ അമ്പ ചെയ്യുമ്പോൾ അവർ തിരിച്ചു പ്രതികരിക്കും. അങ്ങനെ സഭയ്ക്കകത്ത് വഴക്കുണ്ടാകുന്നത് ലൈവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് അത് വഴക്കുണ്ടാക്കുന്നതിന്റെ മെയിൻ കാര്യം എന്താണ്, ഭയം എവിടെയൊക്കെയോ പോയി, അല്ലേ? ഇപ്പം നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിന്നാലേ ഇവിടുത്തെ രാഷ്ട്രീയക്കാരനാണെങ്കിലും ഉയർന്ന രാഷ്ട്രീയക്കാരനെ അവരെ ശാലം ഭയം കാണും. മറ്റുള്ള ഏത് വ്യക്തിയാണെങ്കിലും ഒരു പണം ഉണ്ടെന്ന് പറഞ്ഞാലും അങ്ങോട്ട് ചെല്ലുമ്പോൾ വിധേയത്വത്തോടെ നിൽക്കാൻ അറിയാം, അല്ലേ? കോടതി ചെന്നാൽ ഒരു കേസുമായിട്ട് ചെന്നാലേ ഞാൻ വലിയ വക്കീലിനെ കണ്ട് പിടിച്ച് ഞാൻ വന്നേക്കുന്നെന്നും പറഞ്ഞ് നമ്മുടെ അഹങ്കാരത്തിലൊന്നും നിൽക്കാൻ പറ്റില്ല. അവിടെ നിൽക്കേണ്ട രീതികളുണ്ട്, അല്ലേ? അപ്പം ഭയപ്പെടേണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പലപ്പോഴും നമുക്ക് ദൈവസഭയ്ക്കകത്താണെങ്കിലും ഭയപ്പെടാൻ നമുക്ക് പലപ്പോഴും ദൈവത്തെ ഭയമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ആരാധനയും ഭയമില്ലാതായിത്തീരുന്നത്. ഇന്ന് പകരം ഞാൻ നിങ്ങളോട് ഒത്തിരി പറഞ്ഞ് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം ദൈവത്തെ ഭയപ്പെടുക, ഭക്തിയോടെ ജീവിക്കുക എന്നുള്ള കാര്യം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇതുപോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ കുറെ അന്യഭാഷ പറയുന്നതിലോ കുറെ പ്രസംഗിക്കുന്നതിലോ അതിലൊക്കെ കഥയുണ്ട്. പക്ഷേ നമുക്ക് ദൈവഭയം നമ്മുടെ അകത്തുനിന്ന് പോയിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ സ്തോത്രം, അത് നമ്മുടെ ശുശ്രൂഷ കൊണ്ട് അത്ര ഫലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. അടുത്തതായിട്ട് കൊർന്നേല്യോസിനെ കുറിച്ച് പറയുന്ന അവിടെ ഇപ്രകാരം കാണുന്നു. സ്തോത്രം. എന്താണ് അവൻ സ്തോത്രം അവിടെ 4-ാം വാക്യം വായിക്കുന്നു, അവനെ ഉറ്റുനോക്കി. അപ്പം അതിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്ന, അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ അവന്റെ അടുക്കൽ വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നേല്യോസേ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവ് എന്ന് ചോദിച്ചു. അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. നിന്റെ പ്രാർത്ഥനയും ധർമ്മവും. രണ്ടാമതായി എന്താണ്? പ്രാർത്ഥിക്കണം, അല്ലെ? ദൈവത്തെ ഭയപ്പെടണം. രണ്ടാമത് ഭക്തി ഉണ്ടാകണം. മൂന്നാമത് പറയാം പ്രാർത്ഥിക്കണം. സ്തോത്രം. നമുക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, നമ്മളൊരു ചടങ്ങ് തീർക്കുന്ന പോലെയല്ല നമ്മുടെ പ്രാർത്ഥന, അല്ലെ? രാവിലെ ഒന്ന് പ്രാർത്ഥിച്ചു, ഉച്ചയ്ക്ക് ഒന്ന് പ്രാർത്ഥിച്ചു, വൈകിട്ട് ഹോമിയോ മരുന്ന് കഴിക്കുന്ന പോലൊന്നും അല്ല നമ്മുടെ പ്രാർത്ഥനാ ജീവിതം. എപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് ബോധ്യം തരണം. അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ ഒതുക്കിയിട്ടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴത്തെ പ്രാർത്ഥന എല്ലാം നമുക്കറിയാം. നമുക്ക് അത് വേണേ, ഇത് വേണേ, അങ്ങനെ വേണേ, ഇങ്ങനെ വേണേ എന്നൊക്കെ ഉള്ളതായ അവലാദികളും പ്രാർത്ഥനകളും, അല്ലേ? ഞാൻ നിങ്ങളോട് പറയട്ടെ, പണ്ടൊക്കെ ഞങ്ങൾ മർത്തോമ സഭയുടെ, അല്ല, എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇപ്പോഴും മർത്തോമയിൽ തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് വിശ്വാസത്തിൽ വരുന്നത്. എന്നാൽ പള്ളിയിലൊക്കെ പോകുമ്പം അവിടെ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമ്പോഴേ, അല്ലെങ്കിൽ അവിടുത്തെ പ്രാർത്ഥന പ്രത്യേക, അവർക്കൊരു ആവലാതിയും പ്രശ്നങ്ങളും ഇല്ലാത്ത പ്രാർത്ഥനയാണ്, അല്ലേ? അവരും ഞായറാഴ്ച ചർച്ചിൽ പോകുന്നത് തന്നെ എന്താണ്, ഒന്നും ആഗ്രഹിച്ചല്ല പോകുന്നത്, ദൈവത്തെ ആരാധിക്കാൻ പോകണം എന്നുള്ളതായ ബോധ്യത്തോടു കൂടിയാണ്. പക്ഷെ നമ്മൾ വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ്, നമുക്ക് വീട് വേണം, കാറ് വേണം, നമുക്ക് അത് വേണം, ഇത് വേണം, നമുക്ക് അങ്ങ് ആവലാതികളാണ് മുഴുവനും, അല്ലേ? അപ്പൊ ഞാൻ പറയട്ടെ, മുമ്പേ എൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, എന്നാൽ സകലതും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ഉള്ളപ്പം നമ്മുടെ കർത്താവിനെല്ലാം അറിയാം, അല്ലേ? നമ്മുടെ അപ്പനല്ലേ അത്. സ്തോത്രം, അല്ലേ? നമ്മൾ കിടന്ന് വെറുതെക്കാർ ചോദിക്കുന്ന പോലെ അയ്യോ തരണേ എന്ന് പറഞ്ഞ് നമ്മൾ കിടന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ പറയുക, അല്ലേ? ദൈവത്തോട് പറഞ്ഞ് സ്തോത്രം പറയുക. ദൈവം തീർച്ചയായിട്ടും അതിന് മറുപടി തരും. ഞാനിന്ന് പകൽക്കാലം പറയട്ടെ, പ്രാർത്ഥിക്കണം. നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ചുറ്റുപാടുള്ള ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലേ? നമ്മുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ എല്ലാ രീതിയിലും പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. അത് വളരെ സ്പഷ്ടമാണ്. കൊർന്നേല്യോസേ അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ രണ്ടാമതായി പറയാണ്, ദാനധർമ്മങ്ങൾ കൊടുത്തിരുന്നു. സ്തോത്രം. ഈ ഭാഗം വരുമ്പോഴാണ് വിശ്വാസിയും, അല്ലെ, മറ്റുള്ളവരുമായിട്ടുള്ളതായ തുലനം വരുന്നത്, വ്യത്യാസം വരുന്നത്. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ അടുത്ത കൈക്ക് ഉപ്പ് തേക്കുന്നവരല്ല. പിന്നെ അഥവാ തേക്കുമെങ്കിൽ അവർക്ക് മനസ്സിനകത്ത് തോന്നണം, അല്ലേ? ഇപ്പോഴത്തെ സമൂഹത്തിലെല്ലാം ജാതി നോക്കിയും നിറം നോക്കിയൊക്കെയാ സഹായം.
ഉണ്ടാകുന്നത്, അല്ലേ? അവരുടെ കണ്ണും ദൃഷ്ടിയിൽ കൊള്ളാത്ത ഒരു വ്യക്തി എന്ന് തോന്നി അവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. സ്തോത്രം. ഞാൻ പണ്ട് ഒരു തിരുവനന്തപുരം പേഴുംകൂട് എന്നൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടെ ഒരു ഭിക്ഷക്കാരനായ മനുഷ്യൻ, ഞാനങ്ങനെ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, അദ്ദേഹം വന്നൊരു ബേക്കറിയിലേക്ക് കൈ നീട്ടി വെള്ളം ചോദിച്ചു. ബേക്കറിക്കാരൻ നല്ലൊരു പാത്രം, നല്ലൊരു ഗ്ലാസ് കഴുകി നല്ലപോലെ നാരങ്ങ വെള്ളം അടിച്ച് ആക്കി അദ്ദേഹത്തിന്റെ കൈ കൊടുത്തു. ഞാനന്ന് അതിശയിച്ചു പോയി. നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ദേവദാസൻ കടന്നു വന്നാൽ പോലും വെള്ളം കുടിച്ചോന്നു, അല്ലെങ്കിൽ ചായ കുടിക്കുന്നോ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നോ ഒന്നും പോലും ചോദിക്കത്തില്ല. കാരണം വന്ന വഴി അങ്ങ് പോയാൽ മതി എന്നുള്ള ചിന്താഗതിയാണ് ഒരു മരിപ്പെട്ടവർക്ക്, അല്ലേ? നമ്മുടെ ആരാധനയിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നവരാ, നമ്മൾ പ്രസംഗം ഒത്തിരി കേൾക്കുന്നവരാ. നമ്മുടെ അയലോക്കത്തോ നമ്മുടെ ചാർച്ചക്കാരുടെ ഇടയിലോ നമ്മുടെ സഭയിലെ വിശ്വാസികളുടെ ഇടയിലോ കഷ്ടം അനുഭവിക്കുന്നവർ ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് അവരോട് ശകലമെങ്കിലും അനുതാപവും സ്നേഹവും തോന്നാറുണ്ടോ? അപ്പൊ ധർമ്മം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ഒരാളെ സഹായിക്കാൻ ഒരു മനസ്സുണ്ടാകണം. അത് വിശ്വാസികളുടെ അവര് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? സ്കൂൾ തുറക്കുന്ന സമയമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ, പാസ്റ്റർമാരുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. ഓരോ പ്രാവശ്യം സ്കൂളിൽ പോകുന്ന പുസ്തകം മേടിക്കാൻ നിവൃത്തിയില്ലാതെ, യൂണിഫോം മേടിക്കാൻ നിവൃത്തിയില്ലാതെ, അങ്ങനെ വലിയ ബുദ്ധിമുട്ടിന്റെ നടുവിൽ കൂടെ പോകുന്ന ഒത്തിരി ദേവദാസന്മാരുണ്ട്. സോ വടക്കേ ഇന്ത്യയിൽ തന്നെയല്ല, ഇവിടെയുണ്ട്, കേരളത്തിലും ഉണ്ട്. നമ്മളെല്ലാം പറയും വടക്കേ ഇന്ത്യയിലാ മുഴുവൻ ഞങ്ങൾ അയച്ചു കൊടുക്കുന്നതെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ കേരളത്തിലും അങ്ങനെ കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്, അല്ലേ? അപ്പം ഞാൻ നിങ്ങളെ പറയട്ടെ, ദൈവം തമ്പുരാൻ അല്ലെങ്കിൽ ഒരുക്കുന്ന മാർഗങ്ങൾ നമ്മളിൽ ഓരോരുത്തരിൽ കൂടാണ്. നമ്മുടെ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുകയും അവരെ കരുതുകയും അവർക്ക് കൈത്താങ്ങലൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിക്കാനിടയായി തീരും, അല്ലേ? ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയാം, എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ടെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പം ദൈവവചനത്തിനകത്ത് കൊടുക്കുക എന്നുള്ള കാര്യം വളരെ ഒരു വലിയ സ്ഥാനമുള്ളൊരു കാര്യം, അല്ലെ വലിയൊരു പരിഗണനയുള്ളൊരു കാര്യമാണ്. ഇന്ന് പകല് ഞാൻ പറയട്ടെ, കൊർന്നലിയോസ് ഒന്നുമില്ലേ, ഞാനിതൊന്നും കണ്ടില്ലേ നടിച്ച് എനിക്കിതൊന്നും അറിയേണ്ടെന്ന രീതിയിൽ ജീവിക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ജീവിതത്തെ ദൈവം പ്രസാദിക്കത്തില്ലായിരുന്നു. നിങ്ങൾക്ക് എത്രമാത്രം ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ കൊർന്നലിയോസ് ദൈവത്തെ ഭയപ്പെടാനും ഭക്തിയോടെ ജീവിക്കാനും പ്രാർത്ഥിക്കാനും ദാനധർമ്മങ്ങൾ കൊടുക്കാനും തയ്യാറായപ്പോഴാണ് ദൈവം അവന്റെ കൊർന്നലിയോസിന്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിച്ചത്. ഞാൻ ഒരു ചെറിയ എൻ്റെ കുഞ്ഞിൻ്റെ കഴിഞ്ഞ 2 വർഷം മുമ്പേ യൂണിഫോം മേടിക്കാൻ നിവൃത്തിയില്ല, +2 നിവൃത്തിയില്ല. 4 മാസം കഴിഞ്ഞ് പല ദൈവദാസന്മാർ, വലിയ പ്രശസ്തന്മാരോട് ഞാൻ ചോദിച്ചു, എന്നെ ഒന്ന് സഹായിക്കാമോ? ആരും എന്നെ ഒരു മനസ്സലിഞ്ഞ് സഹായിച്ചിട്ട്. എൻ്റെ വണ്ടി 2 എണ്ണം CC-കാരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, സ്കൂട്ടർ. ഞാൻ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്ന വണ്ടികളാണ്. അപ്പം പല പ്രസംഗിക്കുന്നവരായ ദൈവദാസന്മാർ ചോദിച്ചു, എന്നെ ഒന്ന് ചെറിയൊരു സഹായം ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെക്കാട്ടും വലിയ ബുദ്ധിമുട്ടിലാണ് ഞാൻ. അപ്പം നമുക്ക് എവിടേക്കോ നമ്മുടെ അങ്ങനെയുള്ള കാഴ്ചപ്പാടൊക്കെ മാറി, അല്ലേ? നമ്മൾ കർത്താവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എല്ലാം പൂർണ്ണരായെന്നൊരു ചിന്താഗതിയാണ് ചിന്താഗതിയാണ് നമ്മളെ ഭരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നമ്മുടെ ആ ചിന്താഗതികളൊക്കെ മാറ്റേണ്ട സമയമായിരിക്കുന്നു. മറ്റുള്ളവരുടെ വേദന അറിഞ്ഞ്, മറ്റുള്ളവരുടെ സങ്കടം അറിഞ്ഞ്, നമുക്ക് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിച്ചും കരുതിയും, അല്ലേ, അങ്ങനെ ജീവിക്കാൻ കഴിയുമെങ്കിൽ ആ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുമെന്നുള്ള കാര്യം ഇന്ന് പകൽ ഉറപ്പിക്കട്ടെ. നമുക്ക് ദൈവം പ്രസാദിച്ചു, അല്ലെ നമ്മുടെ ജീവിതത്തെ ദൈവം ഇഷ്ടമാണെന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ ഇതൊന്നും മൈൻഡാതെ പോകുന്നത്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ നാളുകളിൽ നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. മറ്റുള്ളവരെ കരുതിയും സ്നേഹിച്ചും ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും. ഇന്ന് പകല് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക, എൻ്റെ സ്തോത്രം ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ വീട് കയറി സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യകാലങ്ങളൊക്കെ റോഡിൽ നിന്ന് പരസ്യമൊക്കെ നടത്തുകയായിരുന്നു. എന്നാൽ അതിൻ്റെ ബോക്സൊക്കെ കേടായിപ്പോയി. അതിനുശേഷം ഞാൻ വീട് കയറി സുവിശേഷം പറയുമായിരുന്നു. ഇപ്പോൾ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അത് ആക്സിഡൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിലിരിക്കുകയാണ്. അതിനും പറ്റാത്തൊരു അവസരമാണ്. അപ്പം ദൈവത്തോട് ഞാൻ നാളുകളായി ചോദിക്കുക, ദൈവമേ എന്ത് ചെയ്യണം. അപ്പം പല ദൈവദാസന്മാരും എന്നോട് പറഞ്ഞു, ഇങ്ങനെ മീറ്റിംഗ് അല്ലെങ്കിൽ പ്രസംഗിക്കാൻ ദൈവദാസന് അറിയാമല്ലോ, പ്രസംഗിക്കുക എന്ന് പറഞ്ഞ് എന്നോട് പ്രേരിപ്പിച്ചത് കൊണ്ട് മാത്രമാണ്. അത് തന്നെയല്ല, ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനകത്ത് എങ്ങനെ എത്തിപ്പെടണമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ആ നിയോഗത്തോടു കൂടിയാണ് വീണ്ടും ഈ മൊബൈലിനകത്ത് ഇങ്ങനൊരു കാര്യം ദൈവവചനം പ്രസംഗിക്കാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്കത് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്താണെങ്കിലും ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ നാളുകളിൽ ശക്തിയോടെ ദൈവം നിങ്ങളെല്ലാം ബലപ്പെടുത്തട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഈ തിരുവചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.